വീഡിയോ പ്രസൻസ് ഇംപ്രൂവ് ചെയ്യാൻ എങ്ങനെയാണ് കഴിയുക? ഇന്നത്തെ കാലത്ത് ഒരു മൈക്രോ എന്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഡിജിറ്റൽ കാലഘട്ടത്തിനകത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഡിജിറ്റൽ സ്പേസിനകത്ത് നമുക്ക് എത്തിക്കണമെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ വീഡിയോയിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി നമ്മുടെ കസ്റ്റമേഴ്സുമായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. വീഡിയോയിലൂടെ കസ്റ്റമേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മളുടെ പ്രൊഡക്റ്റിനെ സർവീസിനെ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രൂപത്തിൽ ഇന്നത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് സെയിൽസ് നേടാൻ വേണ്ടി കഴിയും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച്, അതായത് സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ, അതിലൂടെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ വീഡിയോ പ്രസൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയണം. വീഡിയോ കഴിയാവുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോക്കകത്ത് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല രൂപത്തിൽ വീഡിയോയിൽ ഒരു അപ്പിയറൻസോടുകൂടി നമുക്ക് വീഡിയോയിൽ വരാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, നമ്മുടെ സർവീസിനെ കുറിച്ച് നല്ല രൂപത്തിൽ കസ്റ്റമേഴ്സുമായി സംസാരിക്കാൻ വേണ്ടി കഴിയുക. അങ്ങനെ കസ്റ്റമേഴ്സുമായി സംസാരിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന നോളജ്, ഇൻഫർമേഷനിൽ നിന്നാണ് കസ്റ്റമേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ബിസിനസ്സിനെ കണക്ട് ചെയ്യുന്നത്. ഓരോ മൈക്രോ സംരംഭകരും ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പിന്റെ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ക്യാമറയിലൂടെ ആളുകളുമായി, വീഡിയോയിലൂടെ ആളുകളുമായി, കസ്റ്റമേഴ്സുമായി സംസാരിച്ച് അങ്ങനെ സെയിൽസ് പിച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് മൈക്രോ സംരംഭങ്ങൾക്ക് പിടിച്ചു നിൽക്കാനും സ്കെയിലപ്പ് ചെയ്യാനും കഴിയും. കാരണം ഒത്തിരി വലിയ റിസോഴ്സുകൾ നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കയ്യിൽ ഒത്തിരി പണമില്ല. ഓരോ മൈക്രോ സംരംഭങ്ങളുടെയും പ്രശ്നം അതാണ്. പണത്തിന് കുറവുണ്ട്, റിസോഴ്സ് കുറവുണ്ട്, നമുക്ക് ടെക്നിക്കൽ നോളജ് കുറവാണ്, നമുക്ക് വലിയ ഒരുപാട് ഏരിയക്കകത്തേക്ക് നമുക്ക് പോയി മാർക്കറ്റിംഗ് ചെയ്യാനോ അവിടെ പോയി നമുക്ക് സെയിൽസ് ചെയ്യാനോ കഴിയാവുന്ന സൗകര്യങ്ങളോ ഭൗതിക സാഹചര്യങ്ങളോ നമുക്കില്ല. പക്ഷെ നമുക്ക് നമ്മുടെ പരിസരത്തുള്ളതല്ലാത്ത ഈ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിൽക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആവശ്യമുള്ള കസ്റ്റമേഴ്സിന്റെ സെയിൽസ് നമുക്ക് കിട്ടണം. അങ്ങനെ സെയിൽസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോയിലൂടെ, ഓൺലൈനിലൂടെ കസ്റ്റമേഴ്സുമായി കണക്ട് ചെയ്യാൻ കഴിയണം. ഓൺലൈനിലൂടെ കണക്ട് ചെയ്യുമ്പോൾ വീഡിയോ കണക്ഷൻ എന്തുകൊണ്ട് പ്രധാനമായിരിക്കുന്നു എന്ന് വെച്ചാൽ, വീഡിയോയിലൂടെ നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സർവീസിന്റെ ഫീച്ചേഴ്സ് കൃത്യമായി അവതരിപ്പിക്കുകയും അതെങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആവുന്നത് എന്ന് അവതരിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് കസ്റ്റമേഴ്സിന് നിങ്ങളിലും നിങ്ങളുടെ പ്രൊഡക്റ്റിലും ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതും അത് സെയിൽസിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിന് പ്രധാനമായി വേണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ മൈക്രോ സംരംഭകനും ആർജിച്ചിരിക്കേണ്ട വീഡിയോ ഇംപ്രൂവ് ചെയ്യാൻ, വീഡിയോ പ്രസൻസ് ഇംപ്രൂവ് ചെയ്യാൻ ആർജിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓഡിയൻസുമായി എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഓഡിയൻസുമായി എൻഗേജ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, കൃത്യമായ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ, നമ്മൾ വീഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നിങ്ങളിപ്പോൾ ഫോണിലാണ് ഒരു വീഡിയോ എടുക്കുന്നതെങ്കിൽ ഫോണിൻ്റെ ക്യാമറയും സ്ക്രീനും ഉണ്ട്, അല്ലേ? നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറിലാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ക്യാമറയുണ്ട്, സ്ക്രീനുണ്ട്. അതല്ലാത്ത ഒരു ക്യാമറ, നമ്മളുടെ DSLR ക്യാമറ പോലത്തെ ക്യാമറ മാത്രമാണെങ്കിൽ അതിന് ആ ക്യാമറയായിരിക്കും നമ്മൾ കാണുക. പക്ഷേ നമ്മൾ ഈ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണ് പലപ്പോഴും സ്ക്രീനിലേക്ക് പോകും, ക്യാമറ സ്ക്രീനിൻ്റെ മുകളിലായിരിക്കും. അങ്ങനെ കണ്ണ് സ്ക്രീനിലേക്ക് പോയി സ്ക്രീനിൽ നോക്കി നമ്മൾ വായിച്ചാൽ എപ്പോഴും കസ്റ്റമേഴ്സിന് ഈ ഫീലാണ് കിട്ടുക. ഞാനിപ്പോൾ നോക്കുന്നത് സ്ക്രീനിലേക്കാണ്, ക്യാമറയിലേക്കല്ല. അപ്പോൾ സ്ക്രീനിൽ നോക്കി ഞാൻ വായിക്കുന്നതും ഞാൻ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങളെ കാണുന്ന, ആ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സിന് അവരുടെ മുഖത്ത് നോക്കി, അവരുടെ കണ്ണിൽ നോക്കി നിങ്ങൾ സംസാരിക്കുന്ന ഫീല് കിട്ടും. അതുകൊണ്ട് തന്നെ ക്യാമറ എന്ന് പറയുന്നത് നിങ്ങളുടെ കസ്റ്റമർ ആണെന്നും ആ ക്യാമറ കണ്ണ് കസ്റ്റമറുടെ മുഖമാണെന്നും നിങ്ങൾ മനസ്സിൽ കാണണം. അങ്ങനെ ആ മുഖത്ത് നോക്കി സംസാരിക്കണം. അങ്ങനെ ഐ കോണ്ടാക്ട് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആൾ ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല. കൃത്യമായി കസ്റ്റമേഴ്സിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കണം.
പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കസ്റ്റമേഴ്സിന് മനസ്സിലാവണം. അതേപോലെ സംസാരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ആ സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുമെങ്കിലാണ് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി കഴിയുക. രണ്ടാമത്തെ കാര്യം എന്താ? ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെയൊക്കെ ആവശ്യമുള്ളിടത്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുക. ബോഡി ലാംഗ്വേജ് ഗസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്. കാരണം നമ്മളൊരു കാര്യം ഒന്ന് ഉറപ്പിച്ച് പറയുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യണം. നമ്മൾ ഒരു തമാശ പറയുന്ന സമയത്ത് ആ മുഖത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് നിന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ ആ ഫീലിംഗ് കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സുകളാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് പലപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലർ കോട്ട്, ഓവർ കോട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഷാൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കും ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന ഡ്രസ്സിങ് സ്റ്റൈൽ ഏതായാലും, കാരണം ഡ്രസ്സ് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കംഫർട്ടിൻ്റെ ഒരു തെളിവാണ്. നിങ്ങൾക്ക് കംഫർട്ട് ആവുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു ഔട്ട്ഫിറ്റ് ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ടത്. അതല്ല നോർമലി ഇപ്പം ഞാനിരിക്കുന്നത് പോലെ ഈ പറയുന്ന ബ്ലേസർ ഒന്നും ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യത്തിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിൽ ഔട്ട്ഫിറ്റിങ്സ് ആയിട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധിക്കുക എന്നുള്ള. മറ്റൊരു കാര്യം ഡ്രസ്സുമായി ബന്ധപ്പെട്ട് തന്നെ പറയുമ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുക. അതായത് നിങ്ങളുടെ ടോപ്പിക്കിന്, നിങ്ങളുടെ ഓഡിയൻസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുക. നിങ്ങളുടെ ഓഡിയൻസ് ആരാണ്, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതിനനുസരിച്ചുള്ള ഡ്രസ്സ്. കാരണം നമ്മൾ പലതരത്തിലുള്ള ഡ്രസ്സ് ഉപയോഗിക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് കാഷ്വൽ ഉപയോഗിക്കും, ഫോർമൽ ഡ്രസ്സ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഡ്രസ്സിനകത്ത് തന്നെ പലതരത്തിലുള്ള ഡ്രസ്സസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മളൊരു, ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, നിങ്ങളൊരു ബ്യൂട്ടി ക്യൂവിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഫാഷൻ ഡ്രസ്സസിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അതിന് യോജിച്ച ഡ്രസ്സാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ സാധനമാണ് കൊടുക്കുന്നതെങ്കിൽ, ഇതേപോലെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലേസർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ വളരെ നീറ്റായിട്ടുള്ള, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോർമൽ ഡ്രസ്സസ് ഉപയോഗിക്കാം. അത് വളരെ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഡ്രസ്സിൽ നിന്ന് കൂടി നമ്മളെ അളക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വിലയിരുത്തുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സുകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ള. എന്താ ഈ എക്സസീവ് മൂവ്മെൻറ്റ്? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഇങ്ങോട്ട് തിരിയുന്നു, അതല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയുന്നു, ഞാൻ വളരെ വേഗത്തിൽ ഇങ്ങനെ കൈകൊണ്ടോ ഒക്കെ ഒരുപാട് ആക്ഷൻസ് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ടോപ്പിക്കുമായിട്ട് കസ്റ്റമേഴ്സിന് കൃത്യമായി കണക്ട് ചെയ്യാൻ കഴിയാതെ. അപ്പം അതും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള മൂവ്മെൻറ്റ്, നമുക്ക് ചിലപ്പോൾ നടന്നുകൊണ്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് ഓവർ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലീൻ ആയിട്ടുള്ള അൺക്ലട്ടേഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്. ക്ലീൻ ആകുക എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചില സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന ചില വീഡിയോയിലൊക്കെ കാണാം, ഭയങ്കരമായിട്ട് ഒരുപാട് സാധനങ്ങൾ കൂട്ടിയിട്ടുണ്ടാകും. ഒരു പക്ഷേ ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ബുക്കുകളൊക്കെ കൂട്ടിയിട്ടത്, അല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് മറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുന്നത്, അങ്ങനെ ചെയ്യും. വളരെ ക്ലീൻ ആയിട്ടുള്ള, നീറ്റായിട്ടുള്ള, അഥവാ സാധനങ്ങളൊക്കെയാണ് കൃത്യമായി അടുക്കി ഒതുക്കി വെച്ചിട്ടുള്ള, അതായത് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിനെ, അവരുടെ കാഴ്ചയെ, അവരുടെ അറ്റൻഷനെ ഡിസ്ട്രാക്ട് ചെയ്യാത്ത, അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളത്. പലപ്പോഴും പലരുടെയും വീഡിയോ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, വളരെ വലിയ തിരക്ക് പിടിച്ച സിറ്റിയിലോ അല്ലെങ്കിൽ റോഡിലൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യും, എന്നിട്ട് ഒരുപാട് വാഹനങ്ങൾ അങ്ങനെ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ടാവും. അത് കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷനെ എന്ത് ചെയ്യും? ഡിസ്ട്രാക്ട് ചെയ്യും. നമ്മൾ പറയുന്ന ടോപ്പിക്കിലേക്ക് കസ്റ്റമേഴ്സിന് ശ്രദ്ധ കുറയും. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുത്. വളരെ, നിങ്ങൾക്ക് സ്ട്രീറ്റിലൊക്കെ ചെയ്യാം, പക്ഷേ സ്ട്രീറ്റിലൊക്കെ ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിലുള്ള മൂവ്മെൻറ്റ്സ് വളരെ അധികമായി കസ്റ്റമറുടെ ഒരു അറ്റൻഷനെ ഡിസ്ട്രാക്ട് ചെയ്യാത്തതായിരിക്കണം എന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ല ലൈറ്റിംഗ് ഉപയോഗിക്കുക. അതായത് നിങ്ങളെ കൃത്യമായി കസ്റ്റമേഴ്സിന് കാണാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അങ്ങനെ കാണാൻ വേണ്ടി കഴിയണം. ലൈറ്റിങ്ങിന് ഇമ്പോർട്ടൻറ്റ്. ലൈറ്റിംഗ് മോശമായി കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ക്വാളിറ്റീനെ ബാധിക്കും. അത് കസ്റ്റമേഴ്സ് കുറേ നേരം കാണുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ അവർ കാണില്ല. അതുകൊണ്ട് കൃത്യമായ ലൈറ്റിംഗ് ഉപയോഗിക്കുക.
മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓഡിയോ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ മൈക്ക് ഉപയോഗിക്കാം. ഇനി എക്സ്ട്രാ മൈക്ക് ഉപയോഗിക്കുന്നില്ല, നിങ്ങളുടെ ക്യാമറയുമായി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, നിങ്ങളുടെ സിസ്റ്റവുമായി ഫോണുമായി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള മൈക്കാണെങ്കിൽ അത് ഉപയോഗിക്കുക. ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ വല്ലാതെ അനാവശ്യമായിട്ട് കയറി വരുന്ന സാഹചര്യമാണെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ ഉൾപ്പെടെയുള്ള ചില മൈക്കുകൾ അല്ലെങ്കിൽ ഹെഡ്സെറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ക്വാളിറ്റി, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കസ്റ്റമർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒതന്റിക് ആയിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന സബ്ജക്റ്റ് എന്താണ്, നിങ്ങൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത്, അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ആ സബ്ജക്റ്റുമായി പറയാൻ കേപ്പബിളായ ഒരു പേഴ്സൺ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന ഏരിയ, നിങ്ങൾ ഇടപെടുന്ന ഏരിയ, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയാവുന്ന ഏരിയ, അതിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം കൂടെ ഞാൻ ചെയ്യാം എന്ന് ഞാൻ ശ്രമിക്കരുത്. നമുക്ക് ഒതന്റിസിറ്റിയുള്ള കൃത്യമായ കാര്യങ്ങളാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് ആൻഡ് പ്രിപ്പയർ എന്നുള്ളതാണ്. അതായത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് റിഹേഴ്സ് ചെയ്യാം. ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അതിന് എന്താണ് പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മൈൻഡിനകത്ത് കൃത്യമായി ധാരണ ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ റിഹേഴ്സ് ചെയ്യണം, കൃത്യമായി സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, റിഹേഴ്സ് ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു വീഡിയോക്കകത്ത് പറയുന്നത്. അതുപോലെ തന്നെ കോൺഷ്യസ് ആയിരിക്കുക എന്നുള്ളത്. അതായത് പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് പോയിന്റ് കോൺഷ്യസ് ആയി നിങ്ങൾ പറയണം, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കോൺഷ്യസ് ആയിട്ട് പറയണം. അതുപോലെ തന്നെ കസ്റ്റമറുടെ അട്രാക്ഷൻ, ഇത് കാണുന്ന ആളുടെ അട്രാക്ഷൻ തുടക്കത്തിൽ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഡെലിവർ ചെയ്യാൻ കഴിയണം. ഞാനത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള അവസരമാണ്. ഇവിടെ നമ്മളൊരു കൃത്യമായ ഒരു പവർ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ പവർ പോയിന്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന പോയിന്റിനെ കൃത്യമായി ഞാൻ എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത് കാണുമ്പോൾ സമയത്ത് ഒരു പോയിന്റ്, 2 പോയിന്റ്, 3 പോയിന്റ്, അങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ഒരുപാട് കാര്യങ്ങൾ. ഞാനിപ്പോൾ ആദ്യം ഒരു പോയിന്റിനെ കുറിച്ച് പറഞ്ഞു, ഡ്രസ്സസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വേഗം ഞാൻ അതിനെക്കുറിച്ച് സൗണ്ടിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഓരോ പോയിന്റ് പറയുക, അത് അവിടെ അവസാനിപ്പിക്കുക. അങ്ങനെ പറയുമ്പോൾ കോൺഷ്യസ് ആവും, പോയിന്റ് കോൺഷ്യസ് ആവും. അതുപോലെ തന്നെ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് സബ്ജക്റ്റ് ആണോ പറയാൻ പോകുന്നത്, ഒരുപാട് നമ്മളെക്കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ, ഒരുപാട് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമ്മൾ വീഡിയോ കോൺഫിഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോ കോൺഫിഡൻസ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക എന്നാണ് പറയുന്നത്. അത് എന്തിനാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, മൈക്രോ എന്റർപ്രണേഴ്സ്. അത്തരം കാര്യങ്ങൾ തുടക്കത്തിൽ നമ്മൾ പറയണം. അതായത് ഒരു വീഡിയോ കാണുമ്പോൾ ആദ്യത്തെ കുറച്ച് സമയം അതിൽ എന്താണ് എന്ന് പറയാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ കസ്റ്റമർക്ക് കിട്ടുകയാണെങ്കിൽ കാണേണ്ടവർ കാണും, അല്ലാത്തവർ ഡ്രോപ്പ് ചെയ്യും. അതായത് കുറച്ച് അധികം കണ്ടിട്ട് കസ്റ്റമേഴ്സിനെ ഒരു നിരാശപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുപോലെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ഇതുപോലെ ചിത്രങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി, വിഷ്വൽസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി കൃത്യമായി ഡെലിവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം ഫീഡ്ബാക്ക് ചോദിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ചോദിക്കുക. അത് നമ്മൾ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനെന്ത് ചെയ്യണം, നമ്മൾ കസ്റ്റമേഴ്സിനോട് ഫീഡ്ബാക്ക് ചോദിക്കണം. ഇപ്പം ഞാൻ ഇപ്പോഴും ഇവിടെ നിങ്ങളോട് സംസാരിച്ചത് വീഡിയോ കോൺഫിഡൻസ്, വീഡിയോ പ്രസൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. മൈക്രോ എന്റർപ്രണേഴ്സ് വീഡിയോ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ് ഇന്നത്തെ മാർക്കറ്റിൽ, അതിന് എന്തൊക്കെ അവർ ചെയ്യണം, വീഡിയോ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരമായി, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് ഉപകാരമായോ, ഈ കുറഞ്ഞ സമയം ഈ വീഡിയോ കണ്ടതുകൊണ്ട് എന്തെങ്കിലും വാല്യൂ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കിട്ടിയോ, നിങ്ങൾക്കത് എങ്ങനെയെങ്കിലും ഉപകാരമായോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇഷ്ടമായത്, ഇതിനകത്തുള്ള ഏത് പോയിന്റാണ് നിങ്ങളെ ഒന്ന് ടച്ച് ചെയ്തത്, ഇത് ചോദിക്കാൻ ഓരോ വീഡിയോക്കകത്തും നിങ്ങളും മറക്കരുത്. ഞാനിപ്പോൾ ചോദിച്ചതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ചോദിക്കാൻ നിങ്ങൾ മറക്കരുത്. ഫീഡ്ബാക്ക് നെഗറ്റീവോ പോസിറ്റീവോ ആവാം, അത് പക്ഷേ അതിനകത്ത് നമുക്ക് പഠിക്കാൻ കഴിയും. നിങ്ങൾ ഓരോരുത്തരും ഇതിനടിയിൽ കൊടുക്കുന്ന കമൻറ്റിൽ നിന്ന് ആ കമൻറ്റ് വായിച്ചിട്ട് അതിന് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. നെഗറ്റീവിൽ നിന്നും പഠിക്കാനുണ്ട്, പോസിറ്റീവിൽ നിന്നും പഠിക്കാനുണ്ട്. അതിന് ആരും മറക്കാതിരിക്കുക. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലേൺ ആൻഡ് പ്രാക്ടീസ് എന്നുള്ള. നമ്മൾ ഇങ്ങനെ കുറേ ഫീഡ്ബാക്കൊക്കെ എടുക്കുമ്പോഴും നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. നെഗറ്റീവിൽ നിന്ന് കിട്ടും, പോസിറ്റീവിൽ നിന്ന് കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക.
അങ്ങനെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ആവർത്തിച്ച് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് അഭിപ്രായം, അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്ത് കിട്ടി, എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് ഉണ്ടായോ എന്നുള്ളത് ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോക്കകത്ത് പുതിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ സുഭാഷ് മാട്രോഡ്, റൈറ്റ് ക്ലിക്ക് ഇൻസൈറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ്.